എന്നാൽ ഞാൻ പോയിട്ട് വരാം. വണ്ടി വേറെ പോവാം അല്ലേ? ആ പോകുന്നിടത്തോളം പോവാം, അവനറിയാലോ. ആണോ? എന്നാ ശരിയേ ചേട്ടാ. കുറുമ്പാലക്കോട്ട ഇവിടെ തന്നെയാണ്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനും മണ്ടയ്ക്കോട്ട. ഇവിടെ തന്നെയാ ജോബിയെ. എത്തി. എല്ലാവരും രാവിലെ കുറുമ്പാലക്കോട്ടയ്ക്കാണല്ലേ? നമ്മളേത് വഴിക്കാ പോകുന്നത്? ഇതിലെ വഴിയാ? അറിയാം. അമ്മര് ബൈക്ക് കൊണ്ട് പോലാ? ചൂടുചായ കുടിച്ചിട്ടാ വരുന്നത്. എൻ്റെ ചേച്ചീൻ്റെ വീട് ഇവിടെ താഴെയാ, തൊട്ട് താഴെയാ. ഞാൻ കുറേ ചെറുപ്പത്തിൽ വന്നാ കേട്ടോ. ഞാൻ പുറകെ വരാം. രാവിലെ തന്നെ കുറുമ്പാലക്കോട്ട സജീവമാകുവാണ്. നല്ല ഓഫ് റോഡായിരിക്കും കേട്ടോ. ഓഫ് റോഡ് ഇതിലും വലിയ മല കയറിക്കടന്നവനാണ് ഈ കേക്ക്. എങ്ങനെ നമ്മൾ മലമണ്ടയ്ക്ക് എത്തി? വാ വരൂ. അപ്പം ഫോട്ടോ ഇടും. അപ്പോൾ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കുറുമ്പാലക്കോട്ട തന്നെ മണ്ടയ്ക്ക് എത്തി. ജസ്റ്റ് ബൈക്ക് കയറി വന്നു. ബൈക്ക് താഴെ വെച്ച് കുറച്ചൊരു അഴിക്കേണ്ട ഒരു 50 മീറ്റർ നടക്കാനുണ്ട്. അപ്പം സഡനായിട്ടുള്ള പ്ലാനാണ്. ഒരു ചേച്ചീൻ്റെ വീട് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെ ഇന്ന് വന്നത് ജോബി. ഇവൻ എച്ചോമുള്ളതാണ്. അതായത് ഇവിടെ കുറുമ്പാലക്കോട്ടയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ അടുത്ത്. അപ്പോൾ ഇവനെ ഞാൻ വാണ്ടറിങ് കേരളീസിന് മീറ്റപ്പിന് കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പോൾ കുറുമ്പാലക്കോട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓൾറെഡി ആൾക്കാരൊക്കെ ഒരു രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 ദിവസമാണെങ്കിലും വന്നിട്ടുണ്ട്. ഒരു 10-20 പേരുണ്ടാവും അല്ലേ? 10-15 പേരുണ്ടാവും. ഞായറാഴ്ച ആണെങ്കിൽ നല്ല ആളുണ്ടാവും. അപ്പോൾ ഒരു വയനാട്ടുകാരനായിട്ട് ഞാൻ കുറുമ്പാലക്കോട്ട കണ്ടില്ല എന്ന് പറഞ്ഞ് ഇന്നലെ എൻ്റെ പെങ്ങന്മാരെന്നെ ഒത്തിരി കളിയാക്കി. ആ ഒരു മൂച്ചിന് ഞാൻ കയറിങ് വന്നാ. അപ്പോൾ സൂര്യനായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. To my eyes in the dark, stare into my eyes forever. Stare into my eyes in the dark, stare into my eyes forever. അപ്പോൾ നമ്മൾ കുറുമ്പാലക്കോട്ടേൻ്റെ മണ്ടയ്ക്കെത്തിരിക്കുകയാണ്. സംഭവമെല്ലാം സെറ്റപ്പായിരുന്നു, അടിപൊളി. നമ്മൾ അതിനിടയ്ക്ക് വ്ളോഗിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഫോട്ടോ എടുക്കുന്നതിലും വീഡിയോ എടുക്കുന്നതിലും ഭയങ്കര തിരക്കുകളായിരുന്നു.
അപ്പോൾ ഇവിടെ സംബന്ധിച്ച ആൾക്കാരെല്ലാം ഒരു 10-50 ആൾക്കാർ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കുറുമ്പാലക്കോട്ടൻ്റെ മേലുള്ള വ്യൂസ് ഇത്രയേ ഉള്ളൂ. ഇന്ന് മഞ്ഞ് ഇച്ചിരി കുറവായിരുന്നു, എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളി. അപ്പോൾ ഒരു കുരിശുമലയും കൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അവിടെ ഒരു ചെറുതായിട്ടൊരു ക്ലൈംബ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് അവിടെ ഡ്രോൺ പറത്താനുള്ള ഒരു പേരുവഴി ഞാൻ ആലോചിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. കുറുമ്പാലക്കോട്ട വരാൻ വേണ്ടിയിട്ട് 2-3 വഴിയാണ്. ഇതൊരു വഴിയാണ് ആ ട്രക്കിങ്. അവിടെ ട്രക്ക് ചെയ്ത് വരാൻ പറ്റും. പിന്നെ നമ്മൾ വന്ന വഴിയാണ് വണ്ടിക്ക് വരുന്നത്. രാത്രിയാണ്ട് അധികമൊന്നും നിങ്ങൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നല്ല വൃത്തിയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ഥലം, അതായത് ഒരു നല്ലൊരു പ്ലേസ്, പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ, നമ്മളിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറി കഴിയുമ്പം ആ സ്ഥലം കണ്ടോ, ഇതുപോലെയാണ് ഫുള്ള് കച്ചറാക്കി. ഇവിടെ ഒരാൾക്ക് ശരിക്കും നമുക്കൊരു പുറത്തുനിന്നൊക്കെ ഒരാൾ വന്ന് ഇവിടെ ശരിക്കും നിൽക്കാൻ പറ്റുമോ? ശരിക്കും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ വെറുതെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ട് അത് ഭയങ്കര ബോറല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ, എൻ്റെ ചേച്ചീൻ്റെ ഇവിടെ തൊട്ട് താഴെ തന്നെ, ചേച്ചീൻ്റെ ചേട്ടാൻ്റെ വീട്. അന്നേരം അവർ പറഞ്ഞു ഇവിടുത്തെ മഴേനെ മണ്ടയ്ക്ക് വന്നിട്ട് രാത്രി ആൾക്കാർ പോവുമായിരുന്നു, ലഹരി ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്തന്നെ നമ്മൾ ശരിക്കും അപമാനിക്കുകയാണ്, നാട്ടുകാരെ മുഴുവൻ ഒരു ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പം ബാന് കാര്യങ്ങൾ, പിന്നെ രാത്രി ഇവിടെ കയറാൻ പാടില്ല, നല്ല നല്ല സംഭവങ്ങൾ ഒരു 1-2% ആൾക്കാരുടെ കുറ്റം കുറവും മൂലം ആ ഭാഗത്തെ എത്രയോ മനോഹരമായ വ്യൂസാണ് പോകുന്നത്, എത്രയോ മനോഹരമായ സംഭവങ്ങളാണ് പോകുന്നത്, എത്രയോ മൊമെൻറ്റ്സാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഒരു ക്ലീനപ്പ് ക്യാമ്പയിനൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും വലിയ കാര്യമൊന്നുമല്ല. ആ ജനങ്ങൾ പിന്നെയും വലിച്ചെറിയണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. വന്നാലൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ കുറുമ്പാലക്കോട്ടയൊക്കെ കണ്ട് പോവാം. ഞാൻ വയനാട്ടുകാരനായിട്ട് കുറുമ്പാലക്കോട്ട കണ്ടില്ല, ഇപ്പോഴാണ് ഞാനും കാണുന്നത്. റോഡിൽ കാണാം. കുരിശുമലയിലേക്ക് നമുക്ക് ചെറിയൊരു യാത്ര. സുലാൻ, ഇതാണ് നമ്മൾ കയറി വന്ന വഴി കേട്ടോ. അതാ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നു. ബൈക്ക് തെരിയതാ ബൈക്ക് നിർത്താൻ പോകണോ? ആണോ? അല്ല, നമ്മൾ കുരിശുമല പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും നിങ്ങൾ ചായ തരാനുണ്ടാവുമെന്ന്. അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടെ നമ്മുടെ ചായയൊക്കെ തരുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ വീടുകളൊക്കെയാണ് ഇവിടെ. അപ്പോൾ രാത്രി വന്ന് എന്തെങ്കിലും അലമ്പൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ആണോ? ഇവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഒരു സന്ദേശമാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതെ, രാത്രി ടെൻ്റ് അടിക്കാനും പറ്റില്ല, പോലീസുണ്ട്. നമ്മളായിട്ട് നശിപ്പിച്ചതല്ലേ. വൃത്തിക്ക് വന്ന് ഇവരോട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ആൾക്കാരോടൊക്കെ ബഹുമാനിച്ച് അങ്ങനെ വൃത്തിക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? 2 ഗ്ലാസ് കുപ്പീൻ്റെ ചില്ലിലൂടെ കുഴിച്ചിട്ടുണ്ടോ? 2 ചാക്കോളുണ്ട്. അതുകൊണ്ട് ഒക്കെ നിർത്തിയതാ. വേറെ അതന്നെ പരാതി കൊടുത്തതും ഞങ്ങൾ പരാതി കൊടുത്ത് നിർത്തിയത് തന്നെ. അത് വേറെ പുറത്ത് ചെണ്ട കൊട്ടും പോലെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമല്ലേ, അത് ഈ അലമ്പാക്കി ഈ വെള്ളത്തിൽ വരുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. എത്ര സുഖമായിട്ട് ഇവിടെ ടെൻ്റടിച്ചൊക്കെ കൂടി കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ഇങ്ങനെ വരുന്നവർ വെള്ളമടിച്ച് വരുന്നവർ കൂടുതലും ടെൻ്റില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇവിടെ 6 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി താഴെ പണിക്ക് പോകേണ്ട ഞങ്ങളല്ലേ. അപ്പോൾ ഇവരുടെ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഇവരുടെ വീടിൻ്റെ മേലെ കൂടെയൊക്കെ ഇങ്ങനെ സൈലൻസർ മോഡിഫൈ ചെയ്ത് ബുള്ളറ്റൊക്കെ വെച്ച് പാഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉറങ്ങണ്ടേ, ഇവർക്ക് രാവിലെ പണിക്കൊക്കെ പോകണ്ടേ. അപ്പോൾ ചെറിയൊരു സന്തോഷമാണ്. കുറുമ്പാലക്കോട്ടേൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടു. പിന്നെ ചെറിയൊരു നാട്ടുകാർക്ക് പറയാനുള്ളതും കൊണ്ട് നിങ്ങൾ കേൾക്കും. ഇത് വണ്ടിക്ക് ഇവിടെ നമ്മുടെ 1-2 വണ്ടിയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്കൊന്നും അത്ര ഒച്ചയൊന്നുമില്ല. പക്ഷേ പിന്നെ ശനിയാഴ്ച ഒരു 10-50 വണ്ടിയൊക്കെ രാത്രി 2 മണിക്കും രാവിലെ അതിരാവിലെ 4 മണിക്കൊക്കെ കയറി വന്ന്, അല്ലെങ്കിൽ രാത്രി 11 മണിക്കൊക്കെ ഇവിടെ വന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കി വെറുതെ സീനാക്കിയാൽ. അപ്പോൾ കുരിശുമലയിലേക്ക് ഇതാണ് നമ്മൾ വന്ന വഴി. ഈ വഴി കൽപ്പറ്റയിൽ നിന്ന് വരുമ്പം കമ്പർഷമുക്കിൽ നിന്ന് ലെഫ്റ്റ്, മാനന്തവാടിയിൽ നിന്ന് വരുമ്പം ചേരിങ്കൊള്ളിയിൽ നിന്ന് ലെഫ്റ്റ് അല്ലേ? അപ്പോൾ ആ വഴിക്കാണ് അതാണ് ഈ വഴിക്ക് വരുന്നത്, വണ്ടി വരെ എത്തുന്ന ഒരു വഴി. പിന്നെ കൽപ്പറ്റയിൽ നിന്ന് വരുമ്പോഴേ രണ്ടായിട്ട് ഗൂഗിൾ മാപ്പിൽ കാട്ടുന്ന വഴി, ഒന്ന് പള്ളിക്കുന്നിൽ നിന്ന് ലെഫ്റ്റ് ആണ്. ആ വഴി പോയിട്ടുണ്ടെങ്കിൽ വണ്ടി കയറൂല, ട്രക്ക് ചെയ്ത് പോകേണ്ടി വരും അല്ലേ? പിന്നെ ഇപ്പോൾ ഏത് വഴിക്കാണ് നമ്മൾ വരണ്ടേ? ഏറ്റവും വഴിക്ക് വരണം അല്ലേ? ചെറിയ തെന്നലും തെറ്റലുമുള്ള വഴികളിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുരിശുമലയിലേക്ക് ആയി നമ്മൾ കയറി വന്ന വഴി, നമ്മൾ പോകുന്ന വഴി. പിന്നെ നമ്മൾ വയനാട്ടുകാരനായതുകൊണ്ടും കാടും മലയും പുഴയും നമുക്കൊരു വിഷയമല്ലാത്തതുകൊണ്ടും നമ്മളിതാ പോവുകയാണ് കുരിശുമലയ്ക്ക്. ഹായ് 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 ഹായ്.
അപ്പുറത്തേക്കാളും വ്യൂവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് 2 വഴി നമ്മൾ താഴേക്ക് പോകുന്നു. ഓ മൈ ഗാഡ്, വി ഹാവ് എ പുഴ. കമ്പനിയുടെ കൈവഴി ഇത്രയുള്ളൂ? ഇത്രയല്ല, അങ്ങോട്ടുണ്ട്. അങ്ങോട്ടുണ്ട്. ഇതിൽ അടിപൊളി ഏരിയ ഉണ്ട്. കേമോണി പരിപാടി വരും എൻ്റെ കൂടെ. കശുമാവ്, കേപ്പലണ്ടി. ഈ വഴിയാ മേലേക്ക് വേണ്ടേ? അതിലെ മഴപ്പോ അങ്ങനെ വഴിയൊന്നുമില്ല. ഓഹോ, വന്ന് അതെ, നമ്മൾ കുരിശുമലെത്തി. ഇവരാണ് അടിപൊളി വ്യൂ. അപ്പോൾ കുറുമ്പാലക്കോട്ട എപ്പിസോഡ് കഴിഞ്ഞു. ഇതാണ് തമ്പിച്ചേട്ടൻ, അതാണ് സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടൻ ഇങ്ങോട്ട് നോക്കി. ഇത് പുൽപ്പള്ളിയിൽ നിന്നാണ് നമ്മുടെ ചങ്ങായിമാർ. അപ്പോൾ ഇതാണ് സുമേഷ് ചേട്ടൻ. സുമേഷ് ചേട്ടൻ ഇവിടെ കുറുമ്പാലക്കോട്ട 4 പേര് വന്നപ്പോൾ ചായ വെച്ചുകൊണ്ടിരുന്ന ചേട്ടനാണ്. ഇപ്പോൾ നമുക്ക് കട്ടൻ കാപ്പി എന്ന് നമ്മളെ സൽക്കരിച്ച്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ പറയാം വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം സുമേഷ് ചേട്ടനെ. അപ്പോൾ റോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് സുലാൻ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോബ്രോ. അപ്പോൾ സൺഡേ കോഴിക്കോട് ബീച്ച് വെച്ച് നിങ്ങൾ എനിക്ക് സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് താങ്ക് യു. വാൻഡറിങ് കേരളൈറ്റ്സ് ഫ്രം ടിൻസോബ്രോ. സുലാൻ, ഞാനിപ്പോൾ നിൽക്കുന്ന കുറുമ്പാലക്കോട്ടൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ റോട്ടിൽ കാണാം. താങ്ക് യു വെരി മച്ച്, ലവ് യു ഓൾ. ഇനിയും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ടിൻസോബ്രോ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ സുലാൻ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ, ഇതാണ് മെയിൻ റോഡ്. ഇതോട് കുറുമ്പാലക്കോട്ടയ്ക്ക് പോകുന്നത്. വണ്ടി മുകളിലെത്തുന്ന വഴി, ട്രക്ക് ചെയ്തുള്ള വഴി വേറെ. അത് തന്നെ അടിപൊളി.